ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് കോടതി എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജത, അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ പ്രതിഭാഗ അഭിഭാഷകൻ, പ്രോസിക്യൂഷൻ, അതേപോലെ തന്നെ ജഡ്ജി, ഇത്രയും പേരാണ് ഈ കോടതി മുറിക്കുള്ളിൽ ഉള്ളത്. അടച്ചിട്ട മുറിയിൽ ഈ വാദങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള വാദങ്ങൾ ഇരു കൂട്ടർക്കുമുണ്ട്. പ്രത്യേകിച്ച് സീൽഡ് കവറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈമാറിയത് എന്ത്, അത് ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ ക്രോസ് ചെയ്യാനുള്ള കാര്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ച പലവിധത്തിലുള്ള തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുണ്ടാകും. മാത്രമല്ല 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രോസിക്യൂഷന് മുന്നോട്ട് വെക്കാറുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടിയുടെ ശക്തമായ മൊഴിയും അത് തെളിയിക്കുന്ന ചില സാഹചര്യ തെളിവുകളും. അതിനപ്പുറത്തേക്ക് മറ്റിപ്പോൾ ഒരുപക്ഷെ നമുക്ക് അല്പസമയത്തുള്ള രാഹുൽ ഈശ്വറുമായി പുറത്തേക്ക് പോകുന്നത്, അതായത് ACJM കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട രാഹുൽ ഈശ്വറുമായുള്ള പോലീസ് വാഹനം ഈ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ വാഹനം നമുക്ക് ഉടൻ തന്നെ, രാഹുൽ ഈശ്വറുമായിട്ടുള്ള വാഹനം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഈ ഘട്ടത്തിൽ പറയാനുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നിർണായകമായി മാറും. നാളെ വൈകിട്ട് 5 മണി വരെയാണ് രാഹുൽ ഈശ്വറിനെ ACJM കോടതി, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഈ പെൺകുട്ടി, അതായത് അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കസ്റ്റഡി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യത്തിന് വേണ്ടി കാര്യമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പരിഗണിക്കാൻ കഴിയില്ല. കാരണം തെളിവെടുപ്പ്, അതേപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള കോൺസ്പിറസി സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പടക്കം വേണം എന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് കസ്റ്റഡി എന്നുള്ള കാര്യം കോടതി അംഗീകരിച്ചത്. നാളെ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടാകും. മാത്രമല്ല തുടർ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളതും പ്രധാനമായി മാറും. അനുജ, അതാണ് രാഹുൽ ഈശ്വർ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി. അതിന്മേൽ ഇപ്പോൾ വാദം തുടങ്ങിയിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടക്കുന്നത്. ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു ഉണ്ട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ചില തെളിവുകൾ, അത് രേഖകളാണ്, പെൻഡ്രൈവ് ഉൾപ്പെടെ സീൽഡ് കവറിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ വാദമുഖങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വിശദമായ വാദം അത് കേൾക്കുകയാണ് കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നത്. കോടതി തീരുമാനം എന്ത് എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിനിടെയാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് തീരുമാനമായത്. പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ. ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, നിരന്തരം ഈ തരത്തിലേക്ക് അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു അതിജീവിതയെ എന്നൊക്കെയുള്ളത് പോലീസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ ഗൂഢാലോചനയുണ്ടോ എന്നൊരു സംശയം പോലീസ് കോടതിയിൽ ഉയർത്തി. ഒപ്പം ഇതിൽ തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്, ഓഫീസിൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള തെളിവെടുപ്പിലേക്ക് കടക്കും. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ആരോപണം ആവർത്തിക്കുകയാണ്. നിയമവിരുദ്ധമായ അറസ്റ്റ് എന്ന് പറയുന്നു. ഒപ്പം അതിജീവിതയുടെ ഐഡന്റിറ്റി താൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറയുകയാണെന്ന്, മറ്റൊരാളാണ് ചെയ്തത് എന്ന് പറയുന്നു. കോടതിയിൽ പച്ചക്കള്ളം പോലീസ് പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അത്തരം വിശദമായ കാര്യങ്ങളിലേക്ക് കോടതി ഇന്ന് കടന്നിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലേക്ക് നാളെ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വറിനെ വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനിടെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യത്തെ എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. ശക്തമായ തെളിവുകൾ ഉയർത്തിയുള്ള വാദമുഖം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. നിലവിൽ ഒരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ, അതിൽ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ അതുകൂടി ഒരുപക്ഷെ കോടതിയെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇതേ അന്വേഷണ സംഘം തന്നെയാണ് ആ പുതിയ കേസും അന്വേഷിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഏതായാലും അടച്ചിട്ട കോടതി മുറിയിൽ ഇപ്പോൾ വാദം പുരോഗമിക്കുകയാണ്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. നമുക്ക് വിശദമായ വിവരങ്ങൾ കിട്ടുന്നില്ല, കാരണം അടച്ചിട്ട മുറിയിലാണ് ഈ വാദമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നൽകാനുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും അടച്ചിട്ട മുറിയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ, അതായത് ബലാത്സംഗ ഭ്രൂണഹത്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയാണ്. പ്രോസിക്യൂഷൻ ശക്തമായി മുൻകൂർ ജാമ്യത്തെ എതിർത്തു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസിന്റെ ഗ്രാവിറ്റി, പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, അവർ അനുഭവിച്ച മാനസികമായിട്ടുള്ള ട്രോമ, അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അതേപോലെ തന്നെ കേസിന്റെ തുടരന്വേഷണം, തുടർ നീക്കങ്ങൾ, ഇതിനൊക്കെ പ്രതിയുടെ അറസ്റ്റും കസ്റ്റഡിയും അനിവാര്യമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഒരു
ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തലിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം പറയുന്നത്. മാത്രമല്ല ഈ കേസിൽ മറ്റൊരു പ്രതി കൂടിയുണ്ട്. രണ്ടാം പ്രതി അത് സുഹൃത്താണ്. തെളിവ് ശേഖരണം, അതായത് ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, ഈ അതടക്കമുള്ള കാര്യങ്ങൾ അതുണ്ടാകും. മാത്രമല്ല അതിജീവിതയുടെ നീതി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പ്രത്യേകം പരിഗണിക്കണമെന്നുള്ളൊരു വാദം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഈ വാദം നടക്കുന്ന ഘട്ടത്തിൽ കോടതിയെ അറിയിച്ചിരിക്കാം. ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ച പലതരത്തിലുള്ള തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് ചില സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹം ഒളിവിൽ പോയ ദിവസം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നുള്ള പോലീസിന്റെ സംശയം ഉൾപ്പെടെ പോലീസ് റിപ്പോർട്ടിൽ അത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുമെന്നുള്ളതും പ്രധാനം. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ ഇതൊരു കേവലം ഒരു പരാതിയല്ല. ഇന്നലെ വൈകിട്ടും ഒരു പരാതി വന്നു. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി വഴി ഈ കേസ് തന്നെ അന്വേഷിക്കുന്ന സംഘത്തിന്റെ കയ്യിലേക്ക് എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നിരത്തും. അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള ശൈലി ഈ പ്രതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതി മറ്റെന്തും ചെയ്യും. പ്രതി സംസ്ഥാനത്തിനകത്തില്ല. മുൻകൂർ ജാമ്യം തേടിയ പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നതായി സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും, തെളിവ് ശേഖരണത്തെ ബാധിക്കും. അതുകൊണ്ട് അത് അനുവദിക്കരുത് എന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുന്ന കാര്യം. അതേസമയം ഒരു സീൽഡ് കവർ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വഴി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ സീൽഡ് കവറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിവാഹിത എന്നുള്ള കാര്യം മറച്ചുവെച്ച് ബന്ധം പുലർത്തിയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തന്നെ അപേക്ഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു, ഗാർഹിക പീഡനത്തിന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷെ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഒരു പൊതുപ്രവർത്തന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കാൻ പോവുക അത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രമായിരിക്കും. ഗർഭചിത്രം എന്നുള്ളത് സ്വന്തം താല്പര്യപ്രകാരമാണ് എന്നൊക്കെയുള്ള വാദമുഖങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്താൻ പോകുന്നത്. അതിന് ആസ്പദമായ ചില തെളിവുകളൊക്കെ സീൽഡ് കവറിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ എല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലേക്കുള്ള വളരെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന്റെ പക്കലുണ്ട്. ഇതിൽ ചില സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. നിർണായകമായ വാദം അത് പുരോഗമിക്കുകയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.